അപ്പോൾ അതെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കേണ്ട. നമ്മൾ ഈ വർക്കിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേ പേരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സീലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പോലെ റാഫ്റ്ററിൻ്റെ അടിയിലല്ല സീലിംഗ് വരുന്നത്, റാഫ്റ്ററിൻ്റെ മുകളിലാണ് സീലിംഗ് വരുന്നത്. നമ്മൾ ആർക്കിടെക്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് റാഫ്റ്റർ അടിയിൽ നിന്ന് വിസിബിൾ ആയിരിക്കണം എന്നാണ് കേട്ടോ. അതായത് സീലിങ്ങിൻ്റെ അടിയിലായിരിക്കണം റാഫ്റ്റർ വരേണ്ടത്. അപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റാഫ്റ്റർ അടിച്ചിട്ട് പർലിംഗ് അടിച്ചതിന് ശേഷം ഈ റാഫ്റ്ററിന്റെ ഗ്യാപ്പിൽ സീലിംഗ് അടിക്കുന്ന ബോർഡ് സ്ക്രൂ ചെയ്യാറുണ്ട് പതിവ്. പക്ഷെ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്തേക്കണത്. വെയിറ്റ്ലെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബോർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് പൊക്കി പിടിച്ച് സ്ക്രൂ ചെയ്ത് എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. പക്ഷേ ഇത് 8mm സിമെന്റ് ബോർഡ് ആയതുകൊണ്ട് നമുക്ക് അടിയിൽ നിന്ന് പൊക്കി പിടിച്ച് ഈ സ്ലോപ്പിൽ നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ റാഫ്റ്ററിന്റെ മുകളിലാണ് സിമെന്റ് ബോർഡ് റെസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മളിതുപോലെ റാഫ്റ്ററിന്റെ ടോപ്പിൽ സിമെന്റ് ബോർഡ് കയറ്റി വെക്കാതെ ഓരോ ഗ്യാപ്പിലും താഴത്തുനിന്ന് കട്ട് ചെയ്തിട്ട് കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഡ്ജിൽ എത്ര ശ്രമിച്ചാലും ചെറിയ രീതിയിലുള്ള ഗ്യാപ്പൊക്കെ വരും കേട്ടോ. ഭാവിയിൽ അത് ക്രാക്ക് ആവാനും എല്ലാം ചാൻസ് കൂടുതലാണ്. ഇതാവുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജോയിൻറ്റിൽ നമ്മൾ പൊട്ടിയിടേണ്ട ആവശ്യം വരുന്നില്ല. ഭാവിയിൽ ഒരു ക്രാക്കിൻ്റെ ചാൻസും അവിടെ വരുന്നില്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ജോയിൻ്റ് ആണെങ്കിലും ഭിത്തിയുടെ നേരെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. അതായത് ഭിത്തിയുടെ മുകളിൽ കട്ട കെട്ടി ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ജോയിൻ്റ് എല്ലാം ഭിത്തിക്കുള്ളിൽ തന്നെ പോകട്ടോ. അതുകൊണ്ട് അവിടെയും ക്രാക്ക് ആവുന്നൊരു വിഷയം വരുന്നില്ല കേട്ടോ. നമ്മൾ ഈ റൂഫിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന പണ്ടത്തെ ഓടാണ് കേട്ടോ. അപ്പോൾ ഈ ഓടിടുമ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ ജിപ്സം ബോർഡാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സീലിംഗ് ചീത്താനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചാൽ HD ബോർഡാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ ഓട് പൊട്ടുകയാണെങ്കിൽ തന്നെ താഴത്തോട്ട് വെള്ളം വരാതിരിക്കാനുള്ള കോയിൽ നമ്മൾ സിമെൻറ്റ് ബോർഡിൻ്റെ മുകളിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ കണ്ട റാഫ്റ്ററിൻ്റെ മുകളിലോട്ട് 25mm വെച്ച് രണ്ട് സൈഡിൽ സിമെൻറ്റ് ബോർഡ് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്കോർ ട്യൂബിൻ്റെ എഡ്ജെല്ലാം പട്ട വെച്ച് ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കാതെ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്കൊരു കമൻറ്റ് തരാൻ മറക്കാതെ. ഇതുപോലെ വർക്ക് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സിമെൻറ്റ് ബോർഡെല്ലാം പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ റാഫ്റ്ററെല്ലാം വുഡ് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ദൂരം പോന്നു പോതും നീങ്ങുമോ കാതലേ.